നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. UK, കാനഡ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രയേലിനോട് നേർക്കുനേർ നിന്ന് പറയുകയാണ്, നിങ്ങൾ യുദ്ധം അത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഉപരോധ നടപടികൾ എടുക്കേണ്ടി വരുമെന്ന്. ലിറ്ററലി ഭീഷണി തന്നെയാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. നെതന്യാഹു ഈ പരിപാടി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ നോക്കി നിൽക്കില്ല എന്നാണ് ഇത്തരം രാജ്യങ്ങൾ സംയുക്തമായൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കണ്ടു പഠിക്കണം ഈ രാജ്യങ്ങളെ. അതായത് കുറച്ച് വിഷമത്തോടു കൂടി തന്നെ പറയട്ടെ, പല അറബ് രാജ്യങ്ങളും, എല്ലാ രാജ്യങ്ങളും എന്നല്ല പറയുന്ന ചില രാജ്യങ്ങൾ അവരുടെ നിലപാടുകൾ കാണുമ്പോഴാണ് വളരെയധികം സങ്കടം തോന്നാറുണ്ട് ഗസയുടെ കാര്യത്തിൽ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ ഫ്രാൻസ് ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ബ്രിട്ടൻ ആയിക്കോട്ടെ, ഇത്തരം രാജ്യങ്ങളുടെ ഈ ഒരു നിലപാട് ഇപ്പോൾ മുമ്പോട്ട് വരുന്നത്. നമുക്ക് ഇസ്രയേൽ ഏറ്റവും കൂടുതൽ സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 8ാം സ്ഥാനത്ത് ബ്രിട്ടൻ ഉണ്ട്. അതായത് ഇസ്രയേലിനെതിരെ ഉപരോധം കൊണ്ടുവരും എന്ന് പറഞ്ഞ ബ്രിട്ടനാണ് ഈ ഒരു 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഫ്രാൻസ് നോക്കിക്കഴിഞ്ഞാൽ അവർ 10ാം സ്ഥാനത്താണ്. അതായത് ഇസ്രയേൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യങ്ങളിൽ ഫ്രാൻസ് 10ാം സ്ഥാനത്ത് നിൽക്കുന്നു. കാനഡ നോക്കിക്കഴിഞ്ഞാൽ 18ാം സ്ഥാനത്തുമുണ്ട്. അതായത് ഇത്തരം രാജ്യങ്ങൾ ഉപരോധം കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇസ്രയേലിൻ്റെ സാമ്പത്തിക രംഗത്തെ വളരെ കാര്യമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി ഈ ഒരു യുദ്ധം കാരണം ഇസ്രയേലിൻ്റെ സാമ്പത്തിക രംഗം കൂപ്പുകുത്തി നിൽക്കുകയാണ്. അതായത് ഇസ്രയേലിൻ്റെ GDP റേറ്റ് അത് യുദ്ധത്തിന് മുമ്പ് 6.5% ഇപ്പോഴത്തെ അവസ്ഥയിൽ 1% നിൽക്കുന്നത്. അതായത് മറ്റ് രാജ്യങ്ങൾ കാണിക്കാത്തൊരു കാര്യം, അതായത് നട്ടൽ എന്ന് പറയുന്നൊരു സംഭവം ഇത്തരം രാജ്യങ്ങൾ, അതായത് ഈ പേരെടുത്ത് തന്നെ ഞാൻ പറയും, അതായത് ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ രാജ്യം കാണിച്ചിരിക്കുകയാണ് ഇവിടെ. മറ്റൊരു വാർത്ത വരുന്നത് നെതന്യാഹുവും ട്രംപും തമ്മിലുള്ളൊരു പ്രശ്നമാണ്. പ്രശ്നമെന്നതിനേക്കാൾ ഉപരി ഈ രണ്ട് നേതാക്കളും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത്. അതായത് ട്രംപ് പറയുന്നതിന് കാര്യമായ വിലയൊന്നും നൽകാതെ ഇപ്പോൾ നെതന്യാഹു സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ ഒരു യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഗസയിൽ നെതന്യാഹു യുദ്ധമുഖം കടുപ്പിക്കുന്നൊരു രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെതിരെ ഡൊണാൾഡ് ട്രംപ് ഒരു ഡയറക്റ്റ് മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. ഈ യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടുകളും അവിടെ നിന്നുള്ള ചിത്രങ്ങളും എല്ലാം കണ്ടതിന് ശേഷം ട്രംപിന് വരെ മനസ്സലിവുണ്ടായി എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, അതിൽ എത്ര കണ്ട് കാര്യമുണ്ട് ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിൽ കൂടിയും ഈ രീതിയിലും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപ് ഇപ്പോൾ യുദ്ധം നിർത്താൻ പറഞ്ഞു. നെതന്യാഹു യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിനുള്ളിൽ തന്നെ നെതന്യാഹുവിൻ്റെ കസേര ഇളകി തുടങ്ങും. അതിനാൽ തന്നെ ഇത് എത്ര കണ്ട് പ്രാവർത്തികമാക്കാൻ കഴിയും, അതായത് യുദ്ധം നിർത്താനായിട്ട് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയമായി തന്നെ, അതിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാലും യുദ്ധം നിർത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ 2025 മെയ് 21 വരെ ഏകദേശം 61,709 പാലസ്തീനികൾ മരണപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത്. മറ്റൊരു വാർത്ത, ഗസ മുനമ്പിലേക്ക് ഇപ്പോൾ ഇസ്രയേൽ 93 ട്രക്കുകളെ, അതായത് ഗസയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാ കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ ഫുഡ് കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ഒരു ട്രക്ക് അയച്ചിട്ടുണ്ട്. 93 ട്രക്കാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഒരു പ്രഷർ ഇപ്പോൾ ഇസ്രായേലിന് മേലുണ്ട്. അതായത് നിങ്ങൾ ട്രക്ക് കടത്തി വിട്ടിരിക്കണം എന്നൊരു നിർദ്ദേശം എല്ലാ രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രഷറെല്ലാം കൊണ്ടായിരിക്കും ഇപ്പോൾ ഇസ്രായേൽ ഈ 93 ട്രക്കുകളെ ഗസ മുനമ്പിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. 93 ട്രക്ക് കടത്തിവിട്ടു എന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന മാധ്യമമാണ്. എന്നാൽ പല ന്യൂസ് ഏജൻസികളും പല കണക്കുകളാണ് പറയുന്നത്. ചിലർ പറയുന്നത് അതിലും കൂടുതലുണ്ട് എന്ന രീതിയിലൊക്കെ വാർത്തകളും വരുന്നുണ്ട്. എന്നാൽ ഗസയ്ക്ക് ഒരു ദിവസം ആവശ്യമായിട്ട് വേണ്ടത് ഏകദേശം 500 ട്രക്കോളം സാധനങ്ങളാണ്. ഒരു കാര്യം കൂടെ ഓർക്കണം, ഏകദേശം 2 മില്യൺ ജനങ്ങളാണ് അവിടെയുള്ളത്, അതായത് ഗസയിലുള്ളത്. അവർക്കാവശ്യമായിട്ട് ഈ ഒരു 93 ട്രക്ക് എന്ന് പറയുന്നത് എത്ര കണ്ട് സഫീഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യം അത് ലോജിക്കലി തന്നെ അത്ര കണ്ട് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഇത്രയധികം ജനങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ ട്രക്കിൽ ഇത്രയും സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തേക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വളരെയധികം സംശയമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു റിപ്പോർട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ, അതായത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഏകദേശം
150ഓളം പാലസ്തീനികൾ മരിച്ചു വീണു എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്.